നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എന്ത് വന്നാലും താൻ മാറില്ലെന്നുള്ള നിലപാടിൽ സുധാകരൻ ഉറച്ചു നിൽക്കുകയാണ്. ഇതോടെ സുധാകരനെ നീക്കാനുള്ള ഹൈക്കമാൻഡിന്റെ പദ്ധതി വീണ്ടും അട്ടിമറിഞ്ഞു. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ AICC ആഗ്രഹിക്കുന്നുവെന്ന് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ സുധാകരനോട് പറഞ്ഞത്രേ. തനിക്ക് മാറാൻ താല്പര്യമില്ലെന്നുള്ള മറുപടിയാണ് മല്ലികാർജ്ജുന ഖാർഗെയോട് സുധാകരൻ പറഞ്ഞത്. സുധാകരന് മാറാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെ അദ്ദേഹത്തെ മാറ്റുമെന്ന ചോദ്യമാണ് മല്ലികാർജ്ജുന ഖാർഗെ ഉയർത്തുന്നത്. ഇതോടെ 49ാം തവണയോ അതോ 50ാം തവണയോ KPCC അധ്യക്ഷനെ മാറ്റുന്ന കാര്യം പരിണത്ത് വയ്ക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു. തൽക്കാലത്തേക്ക് സുധാകരനെ മാറ്റണ്ട എന്ന് തീരുമാനിച്ചത് ഇത് 50ാം തവണയോ മറ്റോ എന്നാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. സുധാകരന്റെ സമ്മതമില്ലാതെ അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അദ്ദേഹം ചിലപ്പോൾ എന്ത് കടുങ്ങുകയും ചെയ്യും. ചിലപ്പോൾ കണ്ണൂർ MP സ്ഥാനം രാജിവെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പാർട്ടി തന്നെ വിടും. ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് അറിയാം. എന്ന് വച്ചാൽ സുധാകരന്റെ ഭീഷണിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കാര്യമായി എടുക്കുന്നുണ്ട്. മുകളിൽ ആകാശവും താഴെ ഭൂമിയുമാണ് സുധാകരൻ. അതുകൊണ്ട് സുധാകരൻ എന്ത് തീരുമാനമെടുത്താലും അത് കോൺഗ്രസിന് ഒരു പക്ഷേ രാഷ്ട്രീയ തിരിച്ചടിയായിരിക്കും. അതുകൊണ്ട് സുധാകരനെ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട എന്നുള്ള നിലപാടിലേക്ക് വീണ്ടും കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ സുധാകരനെ മാറ്റണ്ട എന്ന് 50ാം തവണയോ 51ാം തവണയോ വീണ്ടും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു. ഏതാണ്ട് കഴിഞ്ഞ 50 തവണ നമ്മൾ ഇത് കേട്ടതാണ്. സുധാകരനെ ഉടൻ മാറ്റാൻ പോകുന്നു. ഈ 50 തവണയും ഉടൻ മാറ്റണ്ട എന്നുള്ള തീരുമാനത്തിൽ അവസാനം ഹൈക്കമാൻഡ് എത്തിച്ചേർന്നു. കാരണം സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് മാറ്റിയാൽ അദ്ദേഹം ഒരു കടും വെട്ട് നടത്തും. എന്ന് വച്ചാൽ എന്ത് കടുങ്കയും ചെയ്യാൻ മടിക്കാത്ത ആളാണ് സുധാകരൻ. MP സ്ഥാനം രാജിവെച്ചാൽ പിന്നെ കണ്ണൂരിൽ ഇനി കോൺഗ്രസിന് ജയിക്കുക സാധ്യമല്ല. അദ്ദേഹം പാർട്ടി വിടുന്നൊരവസ്ഥയുണ്ടായാലോ അതും 2026 തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും. സുധാകരനെ ഇണക്കി നിർത്താനും വയ്യ, പിണക്കി നിർത്താനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ്. അതുകൊണ്ട് തന്നെ സുധാകരനെ തൽക്കാലം ആ സ്ഥാനത്ത് തന്നെ ഇരുത്തി ഒന്നുകൂടെ ഒന്ന് സമാധാനിപ്പിച്ച് പതിയെ പുറത്തേക്ക് വിടാമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തന്നെ രണ്ട് തട്ടിലാണ്. രമേശ് ചെന്നിത്തല, മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ സുധാകരൻ ഇപ്പോൾ മാറണ്ട എന്നുള്ള നിലപാടിൽ എത്തി നിൽക്കുകയാണ്. എന്നാൽ VD സതീശനാകട്ടെ സുധാകരനെ മാറ്റിയേ അടങ്ങൂ എന്ന ദൃഢനിശ്ചയത്തിലാണ്. ഹൈക്കമാൻഡിന്റെ ആളായ KC വേണുഗോപാലാകട്ടെ താൻ ഈ നാട്ടുകാരൻ അല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകിയത് സുധാകരനെ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. സുധാകരനെ വെച്ച് എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് സുധാകരൻ അനുയായികൾ ചോദിക്കുന്നു. കാരണം ഇതുവരെ KPCC പുനഃസംഘടന നടന്നിട്ടില്ല, അദ്ദേഹത്തിന് സഹഭാരവാഹികളെ നൽകിയിട്ടില്ല, DCC പുനഃസംഘടന നടന്നിട്ടില്ല. ഇങ്ങനെ ഒരു പുനഃസംഘടനയും നടക്കാത്ത ഒരു പാർട്ടിയെ വെച്ചുകൊണ്ട് KPCC പ്രസിഡന്റിന് ദൈവം തമ്പുരാനായ പോലും ഈ സാധനം കൊണ്ടു നടക്കാൻ പറ്റുമോ എന്നാണ് സുധാകരൻ അനുകൂലികൾ ചോദിക്കുന്നത്. ഏതായാലും ഹൈക്കമാൻഡ് ഇപ്പോൾ ചെകുത്താന്റെയും കടലിന്റെയും ഇടയ്ക്കാണ്. എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവുമില്ല. ഒരു PCC അധ്യക്ഷനെ ഒന്ന് മാറ്റി നിർത്താൻ പോലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഭയക്കുന്നു. കാരണം ആള് സുധാകരനാണ്. മാറ്റി നിർത്തിയാൽ വെറുതെ അങ്ങ് ഇറങ്ങിപ്പോകില്ല. അദ്ദേഹം ഒരുപക്ഷെ ഇത് നേരത്തെ പറഞ്ഞ പോലെ MP സ്ഥാനം രാജിവെക്കും, അതല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പോകും. ഇത് രണ്ടായാലും കോൺഗ്രസിന് ഇടിവെട്ട് കൊണ്ടുപോലെയാവും. അതുകൊണ്ട് സുധാകരൻ മാറാൻ എപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നുവോ അപ്പോൾ അദ്ദേഹം മാറട്ടെ എന്ന നിലപാടിലേക്ക് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് ഹൈക്കമാൻഡും എത്തിച്ചേർന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.